നിന്ന് പതുക്കെ ഒന്ന് സിനിമയിലേക്ക് വരാം. സാർ ഒരുപാട് സിനിമ കാണാറുള്ള ആളാണ്. ഈ അടുത്ത കാലത്ത് മനസ്സിനെ ഏറ്റവും മതിച്ചൊരു സിനിമ ഏതാണ്? അങ്ങനെയല്ല, ഞാനിപ്പോൾ രണ്ട് തരത്തിലാണല്ലോ സിനിമ. നമ്മൾ രണ്ട് തരത്തിലാണ് ഞാൻ സിനിമയെ കാണുന്നത്. ഒന്ന് ഒരു എൻ്റർടൈനർ, ഒരു വിനോദോപാധി. നമ്മൾ എല്ലാവരും കുറച്ചു നേരം ഒന്ന് റിലാക്സ് ചെയ്യുക എന്നുള്ളത് ആ അർത്ഥത്തിൽ ചില സിനിമ. പക്ഷേ സിനിമ ആസ് എ മീഡിയ, ആസ് എ ഒരു മെസ്സേജ് കൺവേ ചെയ്യുന്ന മീഡിയ, ഇത് രണ്ട് തരത്തിലാണ് ഞാൻ സിനിമ. ഒന്ന്, അതിനാണ് ഈ ആർട്ട് ഫിലിം എന്നും നാട്ടുകാർ പറയും ഇങ്ങനെ. ഞാൻ കാണുന്നത് അങ്ങനെ രണ്ട് തരത്തിലാണ്. ഒന്ന്, ഒരു മെസ്സേജ് പാസ് ചെയ്യുന്ന സിനിമ, അത് നമുക്ക് ഒരു പബ്ലിക്കിന് ഒരു മെസ്സേജ് പാസ് ചെയ്യാൻ പറ്റുന്ന ചില സിനിമകൾ, അത് ആ ഒരു ഉദ്ദേശത്തോടും. പിന്നെ എൻ്റർടൈനർ, അത് സാധാരണ ഇപ്പം നമ്മൾ തമിഴിലെ വലിയ അടിപൊളി സിനിമകളൊക്കെ കാണും, അത് എൻ്റർടൈനർ ആ നിലയിൽ തന്നെ കാണാം. അപ്പം അങ്ങനെ ഇപ്പോൾ മലയാളത്തിൽ ഇപ്പോൾ ഏകദേശം അങ്ങനെ ആയിട്ടുണ്ടെന്നാണ് എൻ്റെ വിഷയം. ഒരു ഭാഗത്ത് എൻ്റർടൈനറുകളുടെ മറുഭാഗത്ത് സീരിയസ് സിനിമ, അല്ലെങ്കിൽ ഞാനതിന് ആർട്ട് ഫിലിം തന്നെ, ആർട്ടെന്നുള്ളതല്ല, സീരിയസ് സിനിമ. ആ നിലയിൽ ഞാൻ എല്ലാ സിനിമകളും അങ്ങനെയൊന്നുമില്ല, ഞാനിങ്ങനെ സെലക്റ്റീവ് ഒന്നും ഇന്ന സിനിമ കാണാം. പക്ഷെ ഇപ്പോൾ എനിക്ക് വന്നിട്ട് ഞാൻ അതിനകത്ത് സിനിമയെക്കുറിച്ച് ഞാൻ ഒരു ഇന്ന സിനിമ നല്ലത്, ഇന്ന സിനിമ ആ നിലയിലല്ല. പക്ഷെ ഇപ്പോൾ ഈ കേരളത്തിലെ ഏതാനും ചില നടന്മാരും ഇങ്ങനെ ചില മേഖലകളാക്കി മാറ്റിയത്, അതിനോട് എനിക്ക് ഒരു കാര്യം ഞാനിപ്പോൾ അതിന് എഗൻസ്റ്റായിട്ട് ഞാൻ ചിന്തിച്ചോളൂ. ഇങ്ങനെ വലിയ മെഗാ സ്റ്റാറുകളുടെ സിനിമ കാണണ്ട എന്നൊരു ചിന്തയാണ് ഇപ്പോൾ നമുക്ക്. ഇപ്പം ഞാൻ മാത്രമല്ല, ഇപ്പോൾ എൻ്റെ വീട്ടിലെ വൈഫും സിസ്റ്റർ മോളും ഒക്കെ ആയിട്ട് ഞങ്ങൾ സിനിമ കാണാൻ പോകുമ്പോൾ ഇപ്പോൾ ഈ അവസാനമൊക്കെ ഇറങ്ങിയ സിനിമകൾ കണ്ടു കഴിഞ്ഞാൽ ഇത് ചില വ്യക്തികൾക്ക് വേണ്ടി മാത്രം ഉണ്ടാക്കുന്ന ഒരു സിനിമ. അത് നമ്മൾ പോയിരുന്നത് ഇങ്ങനെ കണ്ടുകൊണ്ടിരുന്ന നമ്മുടെ സമയം കൂടെ അതിനകത്ത് അത്രയും ഒരു എൻ്റർടൈനിങ് ആയിട്ട് തോന്നിയാൽ, ഇത് ചുമ്മാ ആരുടെ മെഗാ സ്റ്റാറുകളെ വെച്ച് ചില സിനിമകൾ എടുക്കുക എന്ന തരത്തിൽ അതിനോട് എനിക്ക് വരും. പക്ഷെ അതാണ് ഇപ്പോൾ കഥ തുടരുന്നു എന്ന് വെച്ചാൽ ഞാൻ ആ സിനിമ കണ്ടുകൊണ്ടിട്ട് ഐ റിയലി എൻജോയ്. ഒരു ലൈഫുണ്ട്, അതിനകത്തൊരു മെസ്സേജ് ഉണ്ട്. പിന്നെ അത് ഒരു സാധാ നമ്മുടെ ജീവിതവുമായിരുന്നു. പിന്നെ എങ്കിൽ അത് വലിയ മെഗാ ഷോയൊന്നും അതിനകത്തില്ല, വലിയ ഒരു പണം ചിലവാക്കിയ വലിയ അങ്ങനെ സിനിമ എൻജോയ് ചെയ്യുന്നവരുണ്ടാവാം. കഥാചിത്രങ്ങൾക്കും ഇപ്പോഴും ജനങ്ങളിൽ അക്സെപ്റ്റൻസ് ഉണ്ട് എന്നുള്ളതന്നെ. അതുപോലെ 2-3 സിനിമകൾ ഈ അടുത്ത കാലം, ഞാൻ അതിൻ്റെ പേരൊന്നും നിഷാദങ്ങൾ ഇരുന്നിക്കൊണ്ട് ഞാനതിന് പറയുന്നത് ശരിയല്ല എന്നുള്ളത്. അതിന് ഞാനതുകൊണ്ട് ഒരു സിനിമയും അങ്ങനെ മോശം ഒരു സിനിമ, ഓരോരുത്തർക്കും ഓരോ ആസ്പെക്റ്റിലാണ് സിനിമ കാണുന്നത്. ഞാൻ ഈ എൻ്റർടൈനർ ചിലപ്പോൾ അങ്ങനെ തോന്നും, നമ്മൾ വളരെ ബിസി ആയിട്ട് പോകുന്ന ഒരാഴ്ച, അതിനെ കഴിയുമ്പോൾ കുറച്ച് നേരം പോയി ഒരു റിലാക്സ് അങ്ങനെ പോകുമ്പോൾ ഏത് സിനിമ കാണുന്നതിനും നമുക്ക് വലിയ. പക്ഷെ ചില സിനിമയൊക്കെ കണ്ടുകൊണ്ടിരുന്നാൽ, ഇപ്പം ഞാൻ പേര് പറയുന്നില്ല, ചില സിനിമ അങ്ങനെ കാണാൻ പോയിട്ട് പോലും ഇൻ്റർവെൽ ആകുമ്പോൾ തിരിച്ചു പോകണം എന്ന് തോന്നിയിട്ടുണ്ട്. പക്ഷെ അതിൽ വ്യത്യസ്തമായി നമുക്ക് മലയാള സിനിമയ്ക്ക് ഇപ്പം നമ്മുടെ ഒരു പ്രശ്നം എന്താ പറയുക, നമ്മൾ ഹിന്ദിയും തമിഴും എല്ലാം അങ്ങോട്ട് അഡോപ്റ്റ് ചെയ്യാൻ. ശരിക്കും മലയാള സിനിമയ്ക്ക് ഒരു തനിമയുണ്ട്, അത് റീറ്റെയിൻ ചെയ്യുന്നതാണ് മലയാള സിനിമയ്ക്ക് നല്ലതെന്നാണ് എൻ്റെ ഒരു വ്യക്തിപരമായ. മലയാള സിനിമയുടേതായ ഒരു തനിമയുണ്ട്. ഒരു കാലഘട്ടത്തിൽ ഇന്ത്യൻ സിനിമയിൽ മലയാള സിനിമ എല്ലാവരും അങ്ങനെ ലുക്കിംഗ് അപ്പ് എന്ന് പറയുന്ന ഉള്ളോട്ട് നോക്കുന്ന, എല്ലാവരും ഉറ്റുനോക്കുന്ന ഒരു സിനിമയായിരുന്നു. പക്ഷെ ഇന്നിപ്പോൾ അതൊക്കെ മാറി, ആ മൂല്യങ്ങളൊക്കെ പോയി. ഇപ്പം സഹജമില്ല. പിന്നെ സിനിമ ഇപ്പോൾ ഈ എൻ്റർടൈനർ എന്ന നിലയിലും വലിയ കോസ്റ്റ്ലി അല്ലേ. ഇത് സിനിമ എടുക്കുന്നത് കോസ്റ്റ്ലിയാണ്, തിയേറ്ററുകാർക്ക് നഷ്ടം, സിനിമ എടുക്കുന്നവർക്ക് നഷ്ടം, കാണാൻ പോകുന്നവർക്ക് അതിനെക്കാട്ടി നഷ്ടം. അറിയാം, ഇപ്പം നിങ്ങളൊരു സിനിമ എടുക്കുന്നതിന് ഇപ്പോൾ കോസ്റ്റ് കൂടി, തിയേറ്ററുകളുടെയും ഇലക്ട്രിസിറ്റിയും സംവിധാനങ്ങളും ഇതെല്ലാം കൂടെ വരുമ്പോൾ അതൊരു വലിയ കോസ്റ്റ് വരും. പിന്നെ അങ്ങിപ്പോൾ തിയേറ്ററിൽ ഇപ്പോൾ 50 രൂപ കുറഞ്ഞ സിനിമ കാണാൻ പറ്റും. ഇപ്പോൾ 5 പേരുള്ള ഒരു സിനിമ, ഒരു കുടുംബ സിനിമ കാണുമ്പോൾ 250 രൂപ. എല്ലാ സ്ഥലങ്ങളിലും ഇത് വിലക്കയറ്റം സിനിമയും ബാധിച്ചു. ഞാൻ പറഞ്ഞു, അതെങ്കിൽ വലിയ ഇൻവെസ്റ്റ്മെന്റുകളില്ലാതെ മലയാള തനിമയുള്ള സിനിമകളുണ്ട്, കഥാചിത്രങ്ങൾ കുറച്ചുകൂടെ അത്ര വെറും സീരിയസ് സിനിമ മാത്രമാണ്, അതിനകത്ത് ആവശ്യമായ കുറച്ച് കോമഡി എല്ലാം ഉൾപ്പെടുത്തി ഒരു കുടുംബ ചിത്രങ്ങൾ എന്നൊക്കെ പറയാം. അതിനാണ് മലയാളത്തിൽ സ്കോപ്പ് എന്നാണ് എൻ്റെ ഒരു. നിങ്ങളൊക്കെ തീർച്ചയായിട്ടും നമ്മൾ അംഗീകരിക്കും. കാര്യം ഇപ്പോൾ നമ്മുടെ ഈ പ്രോഗ്രാം എന്ന് പറയുന്നത് സഫലമീ യാത്രയാണ്. രാഷ്ട്രീയത്തിലും സിനിമയൊക്കെ എപ്പോഴും സംസാരിച്ചു. അപ്പോൾ താങ്കളുടെ യാത്ര സഫലമായിരുന്നു ഇതുവരെയുള്ള? എൻ്റെ 100% ഇതുവരെയുള്ള എൻ്റെ യു ആർ സാറ്റിസ്ഫൈഡ്? ഐ ആം സാറ്റിസ്ഫൈഡ് വാട്ട് ഐ ആം. അതാണ് അത് വലിയൊരു ക്വാളിറ്റി ആയിട്ട് ഞങ്ങളൊക്കെ ഞാൻ അതിനെയാണ് കാണുന്നത്. ഞാൻ അങ്ങനെയാണ് കാണുന്നത്. ഞാൻ ഒന്നും കൊണ്ടുവന്നത് എത്തി, അത് വലിയ കാര്യമായിട്ട് തന്നെ. തീർച്ചയായിട്ടും ഞാൻ എൻ്റെ അച്ഛനെ കുറിച്ച് പറയാം. എൻ്റെ അച്ഛൻ തന്നെ ഒരു സാധാരണ കുടുംബത്തിൽ, ഒരു തൊഴിലാളി കുടുംബത്തിൽ ജനിച്ച് ESSLC വരെ പഠിക്കാനേ അന്നത്തെ സാഹചര്യങ്ങൾ അദ്ദേഹത്തിന് കഴിഞ്ഞുള്ളൂ.
അത് അന്നേ കഴിഞ്ഞുള്ളൂ. അത്രയും അന്നത്തെ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ കൊണ്ട് തുടർന്ന് പഠിക്കാൻ കഴിഞ്ഞില്ല. അദ്ദേഹം ഒരു ജോലിക്കായിട്ടാണ് ഈ യൂണിയൻ ഓഫീസിൽ ഒരു ക്ലാർക്കായിട്ട് ആദ്യം ജോയിൻ ചെയ്തു. പക്ഷേ അവിടെ ചെന്ന് സ്വന്തം അനുഭവങ്ങളുടെയൊക്കെ പശ്ചാത്തലത്തിൽ അതുമായി എഴുതി അങ്ങ് രാഷ്ട്രീയത്തിലേക്ക് വന്നു. അദ്ദേഹം കേരളത്തിലെ ഒരു നല്ല ഭരണാധികാരികളുടെ ഇന്നും 35 വർഷത്തിന് ശേഷവും ഇപ്പോഴും എനിക്ക് ഏറ്റവും എൻ്റെ അതാണെന്ന് വെച്ചാൽ ഇപ്പോഴും ഞാൻ പല സ്ഥലങ്ങളിലും ചെല്ലുമ്പോൾ എൻ്റെ മുമ്പിലത്തെ തലമുറ ചില അച്ഛൻ്റെ തലമുറയ്ക്ക് ശേഷമുള്ളവർ പോലും എന്നെ അറിയുന്നത് ദിവാകരൻ്റെ മകനല്ല. ആദ്യം കണ്ടവിടെ ദിവാകരൻ്റെ മകനല്ലേ, അത് ഐ ഫീൽ പ്രൗഡ്. തീർച്ചയായിട്ടും ഈ 35 വർഷത്തിന് ശേഷവും ഇപ്പോഴും അവരുടെയൊക്കെ മനസ്സുകളിൽ അതാണ് ജീവിക്കാൻ പറ്റുന്ന തരത്തിലേക്ക്, അവരുടെ ഓർമ്മയിൽ നിൽക്കാൻ പറ്റുന്ന തലത്തിലേക്ക് അദ്ദേഹത്തിന് ഉയരാൻ കഴിഞ്ഞു എന്നത് അത് ഐ ഫീൽ. അതുകൊണ്ടാണ് ഞങ്ങൾ ഞാനും ഇത് നമ്മളും ആ കമ്പാരിസൺ ഒന്നുമില്ല. പക്ഷെ അത് അന്നത്തെ രാഷ്ട്രീയത്തിൽ അതൊക്കെ ഉണ്ടാക്കിയിട്ടില്ല. പിന്നെ ആ ഒരു പേര് അവനത്ര അങ്ങനെയുള്ള മോശമാക്കി എന്ന് പറയാതെ അതാണ് ഈ ഇന്റർവ്യൂ തുടങ്ങിയപ്പോൾ തന്നെ ഐഡിയൽ സൺ ഓഫ് ആൻ ഐഡിയൽ ഫാദർ. അത്രേ ഉള്ളൂ. ഞാൻ അതിന് വലിയ പേര് ദോഷം ഉണ്ടാക്കാതിരിക്കാൻ ശ്രമിക്കുന്നു. അത്രേ ഉള്ളൂ ഞാൻ ശ്രമിക്കുന്നു. ഏതായാലും സാറിന്റെ ഈ യാത്ര കൂടുതലും സഫലമാവട്ടെ. തീർച്ചയായിട്ടും ഞാൻ ഇതൊക്കെ രാഷ്ട്രീയ പ്രവർത്തനത്തിൽ നിൽക്കുമ്പോൾ ഞാനൊരു വ്യക്തമായ ഒരു എല്ലാം നമുക്ക് സമൂഹത്തെക്കുറിച്ചും നമ്മളെക്കുറിച്ചും ഒക്കെ ഒരു നല്ല ചിന്തകളിലേക്ക് വരിക, എല്ലാത്തിൻ്റെയും പോസിറ്റീവ് സൈഡ് കാണുക എന്നതാണ്. നെഗറ്റീവ് സൈഡിൽ മാത്രം പോലെ അത് നമ്മുടെ ചില രാഷ്ട്രീയ പാർട്ടികൾക്കും ചില രാഷ്ട്രീയ പ്രവർത്തകരും നെഗറ്റീവ് സൈഡിൽ മാത്രം വേണ്ടാന്നുള്ളതല്ല, നെഗറ്റീവ് സൈഡ് ചൂണ്ടിക്കാണിക്കുന്നതോടൊപ്പം പോസിറ്റീവ് സൈഡ് എപ്പോഴും കൂടുതൽ പ്രാമുഖ്യം അല്ലെങ്കിൽ പ്രാധാന്യം പോസിറ്റീവ് സൈഡ് കൊടുക്കണം. പിന്നെ രാഷ്ട്രീയത്തിൽ നിൽക്കുന്നവരും ആ കാര്യത്തിൽ നമ്മൾ ജനങ്ങളുടെ ഒരു സെർവൻസ് ആണ്, അല്ലെങ്കിൽ ജനങ്ങളാണ് നമ്മളെ നയിക്കേണ്ടത്, അല്ലെങ്കിൽ ജനങ്ങളാണ് നമ്മളെ വിലയിരുത്തുന്നത്. അപ്പോൾ ജനങ്ങളുടെ മുമ്പിൽ നമ്മൾ കാപട്യങ്ങളില്ലാതെ ഉള്ള വസ്തുതകളായി മുമ്പിൽ നിർത്തിക്കൊണ്ട് പ്രവർത്തിക്കേണ്ടത്. തീർച്ചയായും വളരെ പോസിറ്റീവായിട്ട് ചിന്തിക്കുന്ന ഒരു രാഷ്ട്രീയ നേതാവിനെയാണ് നമ്മൾ ഇത്രയും നേരം ഇൻ്റർവ്യൂ ചെയ്തത്. സഫലമീ യാത്രയുടെ ഈ എപ്പിസോഡിൽ അതിഥിയായി എത്തിയതിൽ ഒരിക്കൽ കൂടി അദ്ദേഹത്തോട് ഞാൻ എൻ്റെ നന്ദി രേഖപ്പെടുത്തുകയാണ്. സഫലമീ യാത്ര വീണ്ടും അടുത്ത ഭാഗം കാണുന്നതുവരെ